ശ്രീമന്നാരായണീയം ദശകം 7 ശ്ലോകം 5-6. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദദ്വിഷഃ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത് നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. യസ്മിൻ നാമ ചതുർഭുജാഃ ഹരിമണിശ്യാമാവദാദദ്വിഷഃ നാനാഭൂഷണരത്നദീപിതദിശഃ രാജദ്വിമാനാലയാഃ. ആ ചതുർഭുജാഹ എന്നുള്ളത് വേണമെങ്കിൽ അടുത്ത വാക്കും കൂടി ചേർത്ത് പറയുമ്പോൾ അവിടെ വിസർഗത്തെ ഒഴിവാക്കാം. ചതുർഭുജാ ഹരിമണിശ്യാമാവദാദദ്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ. അത്രയും ചേർത്ത് ഒറ്റ ശ്വാസത്തിൽ പറയാം. നന്നായി ശ്വാസം അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ഹരിമണിശ്യാമാവദാദദ്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ. ഇനി സാധിക്കില്ല, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദദ്വിഷഃ നാനാഭൂഷണരത്നദീപിതദിശഃ രാജദ്വിമാനാലയാഃ. പദം പിരിച്ചും പറയാം. പറ്റുമെങ്കിൽ ചേർത്ത് പറയുമായിരിക്കും നല്ലത്. അടുത്ത ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദാഃ ദിവ്യന്തി ദിവ്യാഃ ജനാഃ തത് തേ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഈ പദങ്ങളൊക്കെ തന്നെ പിരിച്ചു പറയാതെ ഒന്നിച്ച് പറയുന്നത് അഭികാമ്യം. ഭക്തി പ്രാപ്ത തഥാ വിധോന്നത പദാ ദിവ്യന്തി ദിവ്യാജനാസ്തപ്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. നാനാ ദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീഃ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത് പ്ലസ്തേ തത്തേ പദം ദേഹി മേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. ഇത് മുന്നേ ഉള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ബ്രഹ്മാവ് ആ കുണ്ഠതമില്ലാത്ത വൈകുണ്ഠത്തിൽ ചെന്നു. അവിടെ ചെന്ന് ഭഗവാനെയും ആ സ്ഥലത്തെയും ദർശിച്ചു എന്നുള്ളത് പറഞ്ഞു. ഇനി ആർക്കൊക്കെയാണ് ഈ വൈകുണ്ഠത്തിൽ എത്താൻ സാധിക്കുക? ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്ക് മാത്രമേ വൈകുണ്ഠത്തിൽ എത്താനായി സാധിക്കുള്ളൂ. വൈകുണ്ഠം ഒരു പ്രത്യേക ലോകമാണെന്ന് വിചാരിക്കരുത്. കുണ്ഠതയില്ലാത്ത, ദുഃഖമില്ലാത്ത, വിഷമമില്ലാത്ത ഒരവസ്ഥയാണ് വൈകുണ്ഠം. അങ്ങനൊന്ന് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ദുഃഖങ്ങളുണ്ടാവും. അതിനെ മനസ്സിലേക്ക് കയറ്റാതെ അതിനെ പുറമേ നിന്ന് കാണുക. അപ്പോൾ പിന്നെ അവിടെ കുണ്ഠതയുണ്ടാവില്ല. ഇനി ഭക്തന്മാർ എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയുള്ള ഭക്തന്മാരാണ്? 4 തരത്തിലുള്ള സിദ്ധികളാണ് ഭക്തന്മാർക്കുള്ളത്.
ഭഗവാനെ കാണാനായിട്ട് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നിങ്ങനെ 4 തരത്തിലുള്ള 4 തരത്തിൽ ഭക്തർക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. യസ്മിൻ നാമ ചതുർഭുജാഹ ഹരിമണി ശ്യാമാവതാദത്വിഷഃ. ഈ വൈകുണ്ഠത്തിലുള്ള ആളുകളിൽ, ആ വൈകുണ്ഠ ലോകത്തില് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ 4 കൈകളുണ്ട്. ചതുർഭുജാഹ, 4 കൈകളുണ്ട്. ഹരിമണി ശ്യാമാവതാദത്വിഷഃ, നീലരത്നം പോലെ തെളിഞ്ഞ നീലപ്രകാശം പരത്തുന്ന പലതരത്തിലുള്ള ആഭരണങ്ങൾ അവർക്കുണ്ട്. നാനാഭൂഷണരത്നദീപിത ദിശ, പലതരത്തിലുള്ള ആഭരണങ്ങൾ അവർ അണിഞ്ഞിട്ടുണ്ട്. രാജദ്വിമാനാലയഃ, ഇനി അവര് താമസിക്കുന്നതൊക്കെ എങ്ങനെയാണ്? മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങൾ പോലുള്ള ഇതിലാണ് അവര് താമസിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല. ആ ചുമരുകളിലൊക്കെ പലതരത്തിലുള്ള രത്നങ്ങൾ, ഇന്ദ്രനീലം, വജ്രം, അങ്ങനെയുള്ള പലതരത്തിലുള്ള രത്നങ്ങളായിരിക്കും ആ ഭിത്തികളിലൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിൽ തട്ടി വരുന്ന വെളിച്ചമാണ് അവിടെ കിട്ടുന്നത്. ഭക്തി പ്രാപ്ത തഥാവിധോന്നത പദാഹ, ഭക്തി കൊണ്ട് ആവിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നവർക്ക് മാത്രമേ ദിവ്യാഹ ജനാഹ ദിവ്യന്തി, ദിവ്യജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി അവരുടെ മനസ്സിങ്ങനെയാണ്: നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം തേ തത് ധാമ ജയേത്. മാലിന്യം അകന്ന വൈകുണ്ഠമെന്ന ആ ഭഗവാന്റെ ലോകത്തിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ്? സദാ സന്തോഷവാന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് യാതൊരു ദുഃഖങ്ങളും ഉണ്ടാകില്ല. നേരത്തെ 4 തരത്തിലുള്ള ഇത് പറഞ്ഞു. സാലോക്യം, സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സമീപത്ത് കാണാൻ സാധിക്കുന്നത് സാലോക്യം. അല്ല, ഭഗവാന്റെ ലോകത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത് സാലോക്യം. ഭഗവാന്റെ സാമീപ്യം സദാ അനുഭവിക്കാൻ സാധിക്കുന്നത് സാമീപ്യം. ഭഗവാനെ പോലെ തന്നെ ആകുന്ന അവസ്ഥ സാരൂപ്യം. ഒടുവിൽ ഭഗവാനിൽ ലയിക്കുന്ന അവസ്ഥ സായുജ്യം. ഇതൊക്കെ സിദ്ധികളായിട്ടും പറയാറുണ്ട്. ഇനി ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായി കാണാം എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ. നാനാ ദിവ്യ വധൂജനൈഹി അഭിവൃത, അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റിലും നിന്ന് ഭഗവാനെ സേവിക്കുന്നുണ്ട്. വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ, എല്ലാവരെയും മോഹിപ്പിക്കുന്ന അത്ര കണ്ട് മനോഹരവും. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് വിദ്യുല്ലത, മിന്നൽ പോലെ എന്നുള്ളതാണ് പറയുന്നത്. ആ മിന്നലിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡേ നമ്മൾ കാണുള്ളൂ, പക്ഷെ അതിന് അത്ര കണ്ടൊരു ഭംഗിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ മിന്നൽ പോലെ മനോഹരവും കോമളവുമായ ശരീരമാണ് ഈ ചുറ്റും സേവിക്കാൻ നിൽക്കുന്ന ആ സ്ത്രീകൾക്കുള്ളത്. സൗരഭൈക കുതുക, പാദാംബുജ സൗരഭൈക കുതുക, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലുള്ള സൗരഭ്യത്തിൽ ആസക്തരായി യസ്മിൻ സ്വയം ലക്ഷ്യത്തെ, ഇവിടെ പ്രത്യക്ഷമായി കാണപ്പെടുന്നതാണ് വിസ്മയനീയ ദിവ്യ വിഭവം തേ തത് പദം മേ ദേഹി. അങ്ങനെ അദ്ഭുതമായിട്ടുള്ള ദിവ്യ വസ്തുക്കളുള്ള ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകം എനിക്കും നൽകണേ. അതായത് സമ്പത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി എങ്ങനെയാണ്? മിന്നൽ കൊടി പോലെയാണ്. സൗന്ദര്യം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, മിന്നൽ എങ്ങനെയാണ്? ഒരു സെക്കൻഡ് നിന്ന് അപ്പോൾ തന്നെ പ്രത്യക്ഷമാകും. അതേപോലെ ലക്ഷ്മി ദേവിയും ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല, ചഞ്ചല എന്ന് പറയും. ഐശ്വര്യദേവത സ്ഥിരമായിട്ട് ഒരിടത്തും നിൽക്കില്ല. എന്നാൽ ഈ വൈകുണ്ഠത്തിൽ ലക്ഷ്മിയെ സദാ കാണാനായിട്ട് സാധിക്കും.
സാധിക്കും. ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആസ്വദിക്കുന്ന അത്യാസക്തിയിലാണ് ലക്ഷ്മി ദേവി. ഇനി ഇതിനെ മറ്റൊരു തരത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ല സുഗന്ധമുള്ള പൂക്കളിൽ വണ്ടുകൾ സദാ വന്നിരിക്കും അല്ലേ? അപ്പൊ വണ്ട് സൗരഭ്യം മാറിക്കഴിഞ്ഞാൽ വണ്ട് അവിടെ നിന്ന് പോകും. അതേപോലെ ഉറച്ചു നിൽക്കാത്ത വണ്ടിനെ പോലെ ലക്ഷ്മി ആരിലും ഉറച്ചു നിൽക്കുന്നില്ല. ഒരിടത്ത് നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ പറയും, എന്തൊരു വലിയ സമ്പന്നനായിരുന്നു, അപ്പോൾ അതെല്ലാം പോയി. അല്ലെങ്കിൽ ആ ഒരു പരമ്പരയിൽ എടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ എത്ര കാശുണ്ടാക്കിയ ആളായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഈ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ലക്ഷ്മി ദേവി അവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. എങ്ങനെയാണോ വണ്ട് പൂവിലെ ആ സൗരഭ്യം മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ തേൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വണ്ടതിലേക്ക് ചെല്ലില്ല, അതുപോലെ ലക്ഷ്മി ദേവി ചപല സ്വഭാവമുള്ള ആ ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. അപ്പോൾ അതേപോലെ ഭഗവാന്റെ ആ രൂപം ആസ്വദിക്കാനായിട്ട്, ഭക്തിമാധുര്യം ഉണ്ടാകാനായിട്ട് ലക്ഷ്മി ദേവി സദാ ഇരിക്കുന്നത് പോലെ എനിക്കും അനുഗ്രഹം നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ